Dear students, welcome back to International Economics. In the last class, we have discussed about the case for free trade. അതായത് ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ രാഷ്ട്രങ്ങൾ തമ്മിൽ ഫ്രീ ട്രേഡ് ആണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ തന്നെ ഈ ഒരു ഫ്രീ ട്രേഡിന് എന്താണ് മറ്റൊരു വശവും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് സം ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ് അല്ലേ. അതായത് ഈ ഫ്രീ ട്രേഡ് ഒരു രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേൾഡിൽ മുഴുവനായിട്ടും രാഷ്ട്രങ്ങൾ തമ്മിൽ ഫ്രീ ട്രേഡ് ആണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാരണങ്ങൾ കൊണ്ട് വിവിധ രാഷ്ട്രങ്ങൾക്ക് പലതരത്തിലുള്ള ഡിസഡ്വാൻറ്റേജസ് നേരിടുന്നുണ്ട്. ദാറ്റ് ഈസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ദാറ്റ് ഈസ് ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ഫ്രീ ട്രേഡ്. ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് ഇൻഫന്റ് ഇൻഡസ്ട്രി ആർഗ്യുമെന്റ്. എന്താണ് ഇൻഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഫന്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത്രയൊന്നും എസ്റ്റാബ്ലിഷ് ആവാത്ത ഇൻഡസ്ട്രീസിനെയാണ് എന്ന് പറയുക ഇൻഫന്റ് ഇൻഡസ്ട്രീസ്. സാധാരണയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കക്കാരെന്ന് പറയാം അല്ലെ. ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എഫിഷ്യന്റ് ആയിട്ട് മാറിയപ്പോഴാണ് കുറച്ചുകൂടിയൊക്കെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ മാർക്കറ്റിലൊക്കെ ഇടപെടാനൊക്കെ ആയിട്ട് തുടങ്ങുമ്പോഴാണ് അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫന്റ് ഇൻഡസ്ട്രി ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ എക്കണോമിയിൽ കുറെ തരത്തിലുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇൻഫന്റ് ഇൻഡസ്ട്രീസ് ധാരാളമായിട്ടുണ്ട്. അപ്പോ ഫ്രീ ട്രേഡ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തുടക്കക്കാരായിട്ടുള്ള ഇൻഡസ്ട്രീസിന് എന്താണ് ഈ ഒരു ആഗോള തലത്തിൽ ഉണ്ടാവുന്ന കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ കുറെ അധികം ബുദ്ധിമുട്ട് ഉണ്ടാവും അല്ലെ. ആഗോളമായിട്ട് ഫ്രീ ട്രേഡ് ആണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിൽ എന്താണ് കോമ്പറ്റീഷൻ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അത്തരത്തില് കോമ്പറ്റീഷൻ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ആഗോള വിപണിയിൽ ഒരു സ്ഥാനം കണ്ടെത്താനായിട്ട് ഈ ഒരു ഇൻഫന്റ് ഇൻഡസ്ട്രീസിന് സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോ ഈ ഫ്രീ ട്രേഡ് അല്ലാതെ ഒരു പ്രൊട്ടക്ഷൻ പോളിസിയാണ് ഒരു ഗവൺമെന്റ് ഒരു രാഷ്ട്രത്തിന്റെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിലുണ്ടാവുന്ന ഇൻഫന്റ് ഇൻഡസ്ട്രീസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പോളിസി ആയിരിക്കും അവര് ഉൾക്കൊള്ളുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, ഗവൺമെന്റ്സ് ആർ സംടൈംസ് യൂസ്ഡ് ടു സപ്പോർട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫന്റ് ഇൻഡസ്ട്രീസ് പ്രൊട്ടക്ടിംഗ് ഹോം ഇൻഡസ്ട്രീസ് ഇൻ ദർ ഏർലി സ്റ്റേജസ് യൂഷ്വലി ത്രൂ ദ സബ്സിഡീസ് ഓർ ടാരിഫ്സ് എക്സെട്ര അല്ലെ. അതായത് ആ ഒരു ഇൻഫന്റ് ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്ഷനും ഔട്ട്പുട്ടൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സബ്സിഡി നൽകും, അതുപോലെ തന്നെ താരിഫ് റിഡക്ഷൻ നൽകും. അപ്പൊ അത്തരത്തിലുള്ള പോളിസീസിന്റെ ഒക്കെ ഭാഗമായിട്ട് അവർക്ക് ഈ ഒരു രാഷ്ട്രത്തിനകത്തുള്ള ഇത്തരത്തിലുള്ള ഇൻഫന്റ് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, സബ്സിഡീസ് മേ ബി ഇൻഡയറക്ട് ആസ് when import duties are imposed on some prohibition against the import of raw materials, finished materials is imposed. If developing countries have industries that are relatively new, then the moment these industries would struggle against international competition. However, if they invested in the industry, then in the future they may be able to again comparative advantage. Okay, അപ്പോൾ ഇത്തരത്തില് ഈ ഒരു സബ്സിഡീസ് ഗവൺമെന്റ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് നൽകാം. എങ്ങനെ ഇൻഡയറക്റ്റ് സബ്സിഡീസ് ഗവൺമെന്റ് ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യാം? ഇപ്പോ കുറെ അധികം റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താരിഫ് റിഡക്ഷൻ ഒക്കെ നൽകാന്ന് വിചാരിക്കാം. സേ ഫോർ എക്സാമ്പിൾ ഇൻഫന്റ് ഇൻഡസ്ട്രി ആർഗ്യുമെന്റ് അല്ലെ. നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പൊ IT സെക്ടർ എടുത്തു കഴിഞ്ഞാൽ കുറെ അധികം IT സെക്ടറിൽ ഇൻഫന്റ് ഇൻഡസ്ട്രീസ് നിലനിൽക്കുന്നുണ്ട് അല്ലെ. ലഭ്യമായിട്ടുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആപ്ലിക്കേഷന്റെ ലെവലിലായാലും അതുപോലെ തന്നെ അവർക്കുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ ആയാലും മറ്റുള്ള രാഷ്ട്രങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കുറെ അധികം ഇൻഡസ്ട്രീസ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറെ അധികം പോളിസീസ് ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇൻഫന്റ് ഇൻഡസ്ട്രി ആർഗ്യുമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിനകത്ത് ഒരു ഇൻഡസ്ട്രി അത്രയും കണ്ട് എസ്റ്റാബ്ലിഷ് ആവാ അല്ലെങ്കിൽ അത്രയധികം എഫിഷ്യന്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ പ്രൊട്ടക്ഷൻ പോളിസീസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ രാഷ്ട്രത്തിൽ നിലനിന്ന് ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുറെ അധികം കമ്മോഡിറ്റീസ് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഇൻഫന്റ് ഇൻഡസ്ട്രീസിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കും. ഓക്കെ, then next is the senile industry argument. Senile industry means inefficient industry. That is, if industries are declining and inefficient, they may require large investment to make them efficient again. Protection for these industries would act as an incentive for firms to invest and reinvest themselves. However, protectionism could also be an excuse for the protecting inefficient firms.
നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻഫന്റ് ഇൻഡസ്ട്രി എന്നത് വ്യത്യസ്തമായിട്ട് സെനൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസ് തന്നെയാണ്, പക്ഷെ അവരുടെ എഫിഷ്യൻസിയിൽ കുറവ് വരും അല്ലെ. എഫിഷ്യൻസിയിൽ കുറവ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് അവർക്ക് നടത്തേണ്ടതായിട്ട് വരും. അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ അധികം മേഖലകളിലെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തില് ഇൻവെസ്റ്റ്മെന്റ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, പ്രൊട്ടക്ഷൻ പോളിസീസ് ആ ഇൻഡസ്ട്രീസിനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ സെനൈൽ ഇൻഡസ്ട്രി ആർഗ്യുമെന്റ്. Then next is to diversify the economy. Many developing countries rely on producing primary products in which they currently have a comparative advantage. However, relying on agricultural products has several disadvantages. One of the most important determinants of agricultural prices is environmental factors. Hence, they can fluctuate with the climatic changes. Agricultural commodities have a low income and price elasticity of demand. Like, അതായത് ഫ്രീ ട്രേഡ് ആണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള കമ്മോഡിറ്റീസിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാനായിട്ട് എക്കണോമിക്ക് സാധിച്ചു കൊള്ളുന്നില്ല. ഇപ്പോ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുകളുടെ കേസ് തന്നെ എടുക്കാം. അഗ്രികൾച്ചർ പ്രൊഡക്ട്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇത് ഈ ഡിമാൻഡിനനുസരിച്ച്, ആഗോളതലത്തിലുള്ള ഡിമാൻഡിനനുസരിച്ച് കൊണ്ട് അവര് പറയുന്ന ആ സമയത്തിനകത്ത് ഈ എക്കണോമിയുടെ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ ഒരു കൺട്രിക്ക് സാധിക്കില്ല. ബട്ട് സേ ഫോർ ഡെവലപ്പിംഗ് എക്കണോമീസ് ഒക്കെ എടുക്കുക അല്ലെ, അവർ അത്രയും എഫിഷ്യന്റ് ഒന്നും ആവില്ല, എക്കണോമിക്കലി ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള കൺട്രീസ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുണ്ടാവുന്ന കൺട്രീസിന് എന്താണ്, ഈ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളിൽ കൂടുതലായിട്ടുള്ള വർധനവ് കുറഞ്ഞ കാലയളവിൽ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊന്നും സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പം ഈ ഇത്തരത്തിൽ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആയാലും മറ്റു ഏത് പ്രൊഡക്ട്സ് ആയാലും പ്രൊഡക്ട് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാനായിട്ട് ഫ്രീ ട്രേഡ് നിലനിൽക്കുകയാണെങ്കിൽ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും കൂടുതൽ കമ്മോഡിറ്റീസ് ആവശ്യമായിട്ട് വരുമ്പോൾ സ്വയം പര്യാപ്തമല്ലാത്ത ഒരു രാജ്യം എന്താ ചെയ്യുക, മറ്റുള്ള രാഷ്ട്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള മറ്റുള്ള കൺട്രിയിൽ നിന്ന് കമ്മോഡിറ്റീസ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാവും. ഓക്കെ, അപ്പോ ഈ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ട്സുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നതാണ് ഈ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, then therefore with the proportionate rise in economic growth, നമ്മൾ ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിന്റെ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ പറയുന്നത്, lead to less than proportionate rise in demand. Agricultural commodities have relatively low price elasticity of supply. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന് എടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ടും അഗ്രികൾച്ചർ പ്രൊഡക്ട്സുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു കമ്മോഡിറ്റിയുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അല്ലെ. അതായത് പ്രൈസിൽ വരുന്ന നേരിയ വ്യത്യാസമൊന്നും പെട്ടെന്ന് തന്നെ ഡിമാൻഡ് വർധനവ് ഉണ്ടാക്കിയെടുക്കില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു കൺട്രീസിനൊക്കെ അത് വേഴ്സ് ആയിട്ടാണ് എഫക്ട് ചെയ്യുന്നത്. A proportionate rise in prices will lead to a less than proportionate rise in the supply of agricultural commodities. അതേപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കണ്ട് പ്രൈസിൽ ഉണ്ടായ ചേഞ്ച് ഉണ്ടായാലും, പ്രൈസ് വളരെ തോതിൽ വർദ്ധിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ടിൽ വർധനവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ക്രോപ്പ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ പേഡി കൾട്ടിവേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അല്ലെ, ഏകദേശം ഒരു 5-6 months ഒക്കെ എടുക്കും ഒരു കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ അന്താരാഷ്ട്ര വിപണികളുടെ ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഒരു എക്കണോമിക്ക് സാധിച്ചു കൊള്ളുന്നില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഫ്രീ ട്രേഡ് വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെയും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിനെയും ഒക്കെയാണ്. ഓക്കെ, this is because of a time lag involved in the production of agricultural products. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. This is given by the fact that the production of agricultural goods at a time is determined by the prices prevailing time. അതായത് ആവശ്യമുള്ള സമയത്ത് ലഭിക്കാത്തൊരവസ്ഥ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ട്സുകൾ ഉണ്ടാവും. അപ്പൊ ഫ്രീ ട്രേഡ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തില് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിന് യാതൊരുവിധ ഗുണവും അതിൽ നിന്ന് ലഭിക്കുന്നില്ല. Okay. Then next point that is for against free trade is raise revenue for the government. അപ്പൊ നമുക്കറിയാം ഒരു പ്രൊട്ടക്ഷൻ പോളിസി പിന്തുടരുന്ന ഒരു എക്കണോമി ആണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊട്ടക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഡൊമസ്റ്റിക് എക്കണോമിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇമ്പോർട്ട് കുറച്ചുകൊണ്ട് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്കണോമി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ താരിഫ് കോട്ട പോലുള്ള ട്രേഡ് ബാരിയേഴ്സ് ആ ഗവൺമെന്റിന് റവന്യൂ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവും അല്ലെ. കൂടുതൽ ഇമ്പോർട്ട് താരിഫ് ഒക്കെ ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറക്കുമതിയുടെ ഒരു ഭാഗം തന്നെ എന്താണ് ഗവൺമെന്റിന്റെ റവന്യൂ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അതേസമയം ഫ്രീ ട്രേഡ് ആണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ there is no revenue to the government അല്ലെ, ഒരു തരത്തിലുള്ള റവന്യൂ ഗവൺമെന്റിന് നിലനിൽക്കില്ല. അപ്പൊ പ്രൊട്ടക്ഷൻ പോളിസി ഫ്രീ ട്രേഡ് അല്ലാതെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്കണോമി ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഗവൺമെന്റിന്റെ റവന്യൂ വർദ്ധിക്കുന്നതിന് അത് കാരണമാകുന്നത്. ഓക്കെ, then next is help the balance of payments.
അതായത് ഒരു എക്കണോമിയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനെ സഹായിക്കുന്നുണ്ട് ഈ ഒരു പ്രൊട്ടക്ഷൻ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ ടോട്ടൽ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് എ കൺട്രി. അതായത് reducing imports can have the current account, however in the long term this is likely to lead to retaliation. അതായത് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് എക്കണോമീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പോളിസിയാണ് പിന്തുടരുന്നത് അല്ലെ. അതായത് എക്സ്പോർട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാം. ഇപ്പൊ ഇമ്പോർട്ടും എക്സ്പോർട്ട് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്വാഭാവികമായിട്ടും അവിടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിൽ സർപ്ലസ് ഉണ്ടാവും. ഇമ്പോർട്ട് വർദ്ധിക്കുകയാണെങ്കിൽ അത് ഡെഫിഷ്യന്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊരു കൺട്രി അവരുടെ കമ്മോഡിറ്റീസിൽ സ്വയം പര്യാപ്തമാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു കൺട്രിയുടെ എക്സ്പോർട്സ് വർദ്ധിക്കും. ആ എക്സ്പോർട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന് അത് ഫേവർ ആയിട്ട് മാറും. ഓക്കെ, ഇപ്പൊ ഫ്രീ ട്രേഡ് ആണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരത്തില് ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന് ഫേവർ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നില്ല. നെക്സ്റ്റ് ഈസ് ദ കൾച്ചറൽ ഐഡന്റിറ്റി. Cultural identity എന്ന് പറയുന്നത് it is not an economic point, that is argument, but political and cultural argument. Okay, many countries wish to protect their countries from what they see as an Americanization or commercialization of their countries. നമുക്കറിയാൻ സാധിക്കും കൾച്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സംസ്കാരം. ഓരോ രാഷ്ട്രത്തിനും അതിൻ്റെതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട് അല്ലെ. ചില രാഷ്ട്രങ്ങൾ ആ സംസ്കാരങ്ങൾ മുറുകെ പിടിച്ചു നിൽക്കും. ചില രാഷ്ട്രങ്ങൾ പാശ്ചാത്യരുടെ കടന്നുകയറ്റം വഴി എന്താണ് ആ സംസ്കാരങ്ങളിലൊക്കെ എന്താണ് ശൂന്യത അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പാശ്ചാത്യവൽക്കരണം, ഇപ്പൊ ഭാരതീയ സംസ്കാരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ, കുറേയധികം പാശ്ചാത്യരൊക്കെ കയറി വന്നുകൊണ്ട് അല്ലെങ്കിൽ പാശ്ചാത്യ സമൂഹത്തിന്റെ സംസ്കാരമൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കൾച്ചറൽ ഐഡന്റിറ്റി അത് നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് ഈ ഒരു ഫ്രീ ട്രേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, കമ്മോഡിറ്റീസ് ഒക്കെ ഫ്രീ ആയിട്ട് ഒരു രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, വളരെ ഫ്രീ ആയിട്ട് തന്നെ കൾച്ചറൽ ചേഞ്ചസും സംഭവിക്കും. ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് മാറും. അപ്പോൾ ആ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ഓരോ രാഷ്ട്രത്തിന്റെയും നിലനിർത്തുന്നതിൽ എന്താണ് കുറേയധികം ബുദ്ധിമുട്ട് ഫ്രീ ട്രേഡ് ആണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഈ ഗ്ലോബലൈസേഷന്റെ ഒക്കെ എഫക്റ്റുകളൊക്കെ വർദ്ധിച്ചതോട് കൂടിയിട്ടാണ് നമുക്ക് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള കുറേയധികം കൺട്രീസിന്റെ അവരുടേതായിട്ടുള്ള കൾച്ചറുകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുണ്ടാവുന്ന കൾച്ചറൽ ഐഡന്റിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ്, കൾച്ചറൽ ഐഡന്റിറ്റി നിലനിർത്തി കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ട് ഫ്രീ ട്രേഡിൽ നിലനിൽക്കുന്നു. Okay, many countries wish to protect their countries from what they see as an Americanization or commercialization of their countries. The next point is protection against dumping. What is dumping? Dumping എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വില കുറച്ചിട്ട് ഡൊമസ്റ്റിക് പ്രൈസിനേക്കാൾ വില കുറച്ചുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ വിൽപ്പന നടത്തുന്നതിന് ഡംപിംഗ് എന്ന് പറയാം. ഇപ്പൊ ഡംപിംഗ് നടത്തുന്ന എപ്പോഴാ, ഒരു കൺട്രി സർപ്ലസ് ആയിട്ട് അവർക്ക് ആവശ്യമില്ലാത്ത കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മോഡിറ്റീസ് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മുകളിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ഡംപിംഗ് നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഡെവലപ്പിംഗ് കൺട്രീസോ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ കുറച്ചുകൂടി എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനോ ഒക്കെ സാധിക്കാത്തൊരവസ്ഥ നിലനിൽക്കും. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ പോളിസിയാണ് ഒരു ഗവൺമെന്റ് പിന്തുടരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രിയുടെ മുകളിൽ ഇത്തരത്തിലുള്ള ഡംപിംഗ് ആക്ടിവിറ്റീസ് ഒന്നും നടത്താനായിട്ട് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ സോൾഡ് എ ലോട്ട് ഓഫ് ഇറ്റ്സ് ഫുഡ് സർപ്ലസ് ഫ്രം CAP. CAP means Common Agricultural Policy at very low prices on their world market. അല്ലെ, യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു യൂണിയനാണ്. അവിടെ കൂടുതലായിട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമൺ അഗ്രികൾച്ചറൽ പോളിസി അവർ ഫോം ചെയ്യുകയുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും വളരെ കുറഞ്ഞ പ്രൈസിൽ മറ്റുള്ള മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അവർക്ക് വിപണി കണ്ടെത്താനായിട്ടും സാധിച്ചു. അപ്പൊ ഇത്തരത്തില് സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, മറ്റുള്ള രാഷ്ട്രങ്ങളുടെ കമ്മോഡിറ്റീസ് വില കൂടിയതായിട്ട് മാറുകയും ഇവര് കുറഞ്ഞ ചിലവില് കമ്മോഡിറ്റീസ് അവിടെ എത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അല്ലെ. അപ്പോ സ്വാഭാവികമായിട്ടും ഡൊമസ്റ്റിക് കമ്മോഡിറ്റീസിന്റെ ഡിമാൻഡ് കുറയുകയും എന്താ ഫോറിൻ കമ്മോഡിറ്റീസിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും. അത് പല രാഷ്ട്രങ്ങൾക്കും എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ദിസ് കോസ് പ്രോബ്ലംസ് ഫോർ വേൾഡ് ഫാമേഴ്സ് ബിക്കോസ് ദേ സോ ബിഗ് ഫോർ ഇൻ ദെയർ മാർക്കറ്റ് പ്രൈസസ്. അല്ലെ, അത് ഇത്തരത്തിലുണ്ടാവുന്ന
ഫാമേഴ്സിനൊക്കെ എന്താണ് വേസ്റ്റ് ആയിട്ടാണ് അഫക്ട് ചെയ്യുക. അവരുടെ കമ്മോഡിറ്റീസിന് ആവശ്യമായിട്ടുള്ള വില അല്ലെങ്കിൽ അവരുടെ കമ്മോഡിറ്റീസിന് ലഭിക്കേണ്ടതായിട്ടുള്ള വില ലഭിക്കാത്ത, മാർക്കറ്റിൽ ലഭിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. Then next is environmental factors. It is argued that free trade can harm the environment because developing countries may use up natural reserves of raw materials to produce exportable commodities. Also, countries with strict pollution controls may find consumers import the goods from other countries where registration is lax and pollution allowed. Like, ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേയധികം എൻവയോൺമെന്റൽ പൊല്യൂഷൻ സൃഷ്ടിക്കുന്ന കമ്മോഡിറ്റീസ് ഒക്കെ അവരത് പ്രൊഡ്യൂസ് ചെയ്യുകയും മറ്റുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലേക്ക് അതെന്താണ് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഹസാർഡ്സ് സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് സൃഷ്ടിക്കുന്ന കമ്മോഡിറ്റീസ് അവര് വിപണി കണ്ടെത്തുകയും ആ വിപണിയിൽ നിന്ന് ഈ പൊല്യൂഷൻ ലാക്സ് ഒക്കെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ഒന്നും ഇല്ലാത്ത നിലനിൽക്കാത്ത കൺട്രീസിനെ അതെന്താണ് ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ഇന്ത്യ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റിയാണ് അല്ലെ ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പൊല്യൂട്ടഡ് ആയിട്ട് ഇരിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ മറ്റുള്ള രാഷ്ട്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ കമ്മോഡിറ്റീസ് ഉപയോഗിക്കുന്നു അല്ലെ, കൂടുതൽ ഇത്തരത്തിലുള്ള പെട്രോളിയം പ്രൊഡക്ട്സുകളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ വരുന്ന പൊല്യൂഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതൊന്നും മറികടക്കാനായിട്ടുള്ള പോളിസീസ് ഒന്നും ഇത്തരം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലോ ഡെവലപ്പിംഗ് കൺട്രീസിലോ ഒന്നും നിലനിന്നോളണമെന്നില്ല. ഓക്കെ, അപ്പൊ അതിൽ എൻവയോൺമെന്റൽ ഹസാർഡ്സ് സൃഷ്ടിക്കുന്നതിന് ഒരു കാരണമാവുന്നുണ്ട് എന്ത്? ഫ്രീ ട്രേഡ് എന്ന് പറയുന്നത്. അതേസമയം പ്രൊട്ടക്ഷൻ പോളിസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തില് എൻവയോൺമെന്റൽ ഹസാർഡ്സ് സൃഷ്ടിക്കുന്ന കമ്മോഡിറ്റീസിന് മുകളിൽ കൂടുതൽ ടാക്സോ താരിഫോ ഒക്കെ ചുമത്തിക്കൊണ്ട് അത്തരം കമ്മോഡിറ്റീസിന്റെ ഒഴുക്ക് തടയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് ഫ്രീ ട്രേഡിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പരിചയപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ദെൻ ആർഗ്യുമെന്റ്സ് ഫോർ ഫ്രീ ട്രേഡും അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് ഫ്രീ ട്രേഡും. ഓക്കെ, ഫ്രീ ട്രേഡ് നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റീസിന്റെ ഒഴുക്കൊക്കെ വളരെ സുഗമമായിട്ട് ഒരു രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് നടക്കും. അത് പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലെ, അതായത് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഇത്തരം പോയിന്റുകൾ മുഴുവനായിട്ട് ഓർത്ത് വെക്കുക. ദെൻ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് ഫ്രീ ട്രേഡ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആ പോയിന്റുകളുടെ ഒന്നുകൂടി പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് ഫ്രീ ട്രേഡ് ആണ്. ദാറ്റ് ഈസ് ഇൻഫന്റ് ഇൻഡസ്ട്രി ആർഗ്യുമെന്റ്, then senile industry argument, then to diversify the economy, then raise the revenue for the government, help the balance of payments, then cultural identity, then protection against dumping, then environmental factors. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഫ്രീ ട്രേഡിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.